വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വയറൽ. ഇനി CSSലുള്ള വേറൊരു പ്രോപ്പർട്ടിയാണ് പൊസിഷൻ എന്ന് പറയുന്നത്. ഒരു എലമെന്റ് എവിടെ പ്ലേസ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന പ്രോപ്പർട്ടിയാണ് പൊസിഷൻ. അപ്പൊ പൊസിഷന്റെ ഡീഫോൾട്ട് ആയിട്ടുള്ള വാല്യൂ സ്റ്റാറ്റിക് ആണ്. ആ സ്റ്റാറ്റിക് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിന്റെ ബിഹേവിയർ എന്ന് പറയുന്നത് നോർമൽ ഡോക്യുമെന്റിന്റെ ഫ്ലോവിനനുസരിച്ച്, അതായത് നിങ്ങൾ ടോപ്പിൽ ഒരു ഡിവ് കൊടുത്തു, അപ്പൊ അത് ആദ്യം ടോപ്പിൽ നിൽക്കും. രണ്ടാമതൊരു ഡിവ് കൊടുത്തു, അത് രണ്ടാമത് നിൽക്കും. ആ ഒരു ഓർഡർ ഉണ്ടല്ലോ, നിങ്ങൾ കൊടുത്ത ഓർഡർ, അപ്പൊ അതിനനുസരിച്ച് പ്ലേസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് പൊസിഷൻ സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ ഒരു സ്റ്റാറ്റിക് ബോക്സിന് നോർമൽ തന്നെ നമ്മൾ സ്റ്റൈലൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും അങ്ങനെയാണ് വരിക. അതെങ്ങനെയാണ് സ്റ്റാറ്റിക് ബോക്സ്? അതിൽ ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല, പൊസിഷന്റെ പ്രോപ്പർട്ടി ഒന്നും കൊടുത്തിട്ടില്ല. ശരിക്കും അതിന്റെ പൊസിഷൻ എന്താണ്? സ്റ്റാറ്റിക് ആണ്. നമ്മൾ CSSൽ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ് കൊടുത്താലും വേറെ എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഞാൻ പൊസിഷൻ സ്റ്റാറ്റിക് കൊടുത്ത് റീഫ്രഷ് ചെയ്തു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി അടുത്ത ഓപ്ഷൻ ആണ് റിലേറ്റീവ് എന്ന് പറയുന്നത്. റിലേറ്റീവ് എന്ന് പറയുമ്പോൾ നോർമൽ പൊസിഷന് റിലേറ്റഡ് ആയിട്ടായിരിക്കും അതിന്റെ സൈസ് എന്ന് പറയുന്നത്. ചെറിയ പൊസിഷനിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു പൊസിഷൻ റിലേറ്റീവ് എന്നുള്ളത് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ നമ്മളിവിടെ റിലേറ്റീവ് ആയിട്ടുള്ള ഒരു ഡിവ് ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഡിവിന് ക്ലാസ് റിലേറ്റീവ് ബോക്സ് നടത്തും, അതിൽ സ്റ്റൈൽ കൊടുത്തിട്ടുള്ള പൊസിഷൻ റിലേറ്റീവ് നടത്തും. പിന്നെ വേറെ രണ്ട് അഡീഷണൽ പ്രോപ്പർട്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടോപ്പ് 20 പിക്സൽ, ലെഫ്റ്റ് 20 പിക്സൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താണ് ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എലമെന്റിന്റെ ലെഫ്റ്റില് 30 പിക്സൽ സൈസ് ഫ്രീ ആക്കിയിടണം, ഒഴിവാക്കിയിടണം. അതായത് ആ ഒരു എലമെന്റ് അത്ര ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യണം എന്നാണ്. ടോപ്പിൽ 20 പിക്സൽ എന്ന് പറയുമ്പോൾ ടോപ്പിൽ നിന്ന് താഴോട്ടേക്ക് ആ ഒരു എലമെന്റ് ഇത്രയും മൂവ് ചെയ്യണം, 20 പിക്സൽ മൂവ് ചെയ്യണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മൾ സ്റ്റാറ്റിക് തന്നെ കൊടുത്തു നോക്കാം. ബൈ ഡീഫോൾട്ട് സ്റ്റാറ്റിക് എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. സ്റ്റാറ്റിക് ആണ് കൊടുത്തെങ്കിൽ നിങ്ങൾക്ക് കാണാം ആ ഒരു ടോപ്പും ലെഫ്റ്റും കൊടുത്തതിൽ എന്തില്ല, ഒരു എഫക്റ്റ് ഇല്ല, അത്രയും സൈസ് ആ ഒരു ഡിഫറൻസ് വന്നിട്ടില്ല, ലെഫ്റ്റ് നിന്ന് 30 പിക്സൽ മൂവ് ചെയ്തിട്ടില്ല. പക്ഷെ സ്റ്റാറ്റിക് മാറ്റിയിട്ട് റിലേറ്റീവ് കൊടുത്തു കഴിഞ്ഞാലോ അതിന് എഫക്റ്റ് ഉണ്ടാവും. നമ്മൾ നേരത്തെ കണ്ടതാണ്, ആ ഒരു എഫക്റ്റ് ഉണ്ടാവും. ലെഫ്റ്റില് 30 പിക്സലും ടോപ്പില് നമ്മൾക്ക് 20 പിക്സൽ മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് ആണ് ഒരു എലമെന്റ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? പൊസിഷൻ റിലേറ്റീവ് യൂസ് ചെയ്യാം. ഇനി അടുത്ത ഒരു മെയിൻ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, വാല്യൂ എന്ന് പറയുന്നത്, പൊസിഷന്റെ വാല്യൂ അബ്സല്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അബ്സല്യൂട്ട് എന്ന് പറയുന്നത് നിയറസ്റ്റ് ആയിട്ടുള്ള എന്താണ്, പൊസിഷൻ ചെയ്തിട്ടുള്ള അടുത്തുള്ള എലമെന്റുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. പ്ലസ് നമുക്ക് കൊടുക്കുന്ന ഈ ടോപ്പ് ലെഫ്റ്റ് ഇതൊക്കെ എഫക്റ്റ് ആവും. അതായത് നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ നോക്കാം. ഇതൊരു എക്സാമ്പിൾ ആണ്. അതായത് ഒരു ഡിവിന്റെ ഉള്ളിൽ വേറൊരു ഡിവ് ആണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ ഡിവിന് നമ്മൾ എന്ത് ചെയ്തു? ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് അബ്സല്യൂട്ട് കൊടുക്കുമ്പോൾ നമ്മൾക്ക് ഈ ഒരു ഡിവ് എവിടെയാണോ വേണ്ടത് എന്നുള്ള തീരുമാനിക്കാം. ആ അബ്സല്യൂട്ട് കൊടുക്കുന്ന ഡിവ് എവിടെയാണ് വേണ്ടത് എന്നുള്ള തീരുമാനിക്കുക. എന്നിട്ട് ആ നമ്മൾ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കണ്ടെയ്നറിന് നമ്മൾ എന്ത് ചെയ്യും? റിലേറ്റീവ് കൊടുക്കുക, പൊസിഷൻ റിലേറ്റീവ് കൊടുക്കുക. അതായത് ആ ഒരു മെയിൻ ആ ഒരു ബ്ലോക്കിനെ ഞാൻ പൊസിഷൻ റിലേറ്റീവ് കൊടുത്തതിന് വിഡ്ത്തും ഹൈറ്റും സെറ്റ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് കളറും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഏതിനാണോ നമ്മൾ അബ്സല്യൂട്ട് കൊടുക്കേണ്ടത് അതിന് നമ്മൾ പൊസിഷൻ അബ്സല്യൂട്ട് കൊടുത്തു. ടോപ്പ് 50, ലെഫ്റ്റ് 50 എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളെ ആ ഒരു റിലേറ്റീവ് ആയിട്ട് കൊടുത്ത ആ കണ്ടെയ്നറിന്റെ ഉള്ളിൽ അത്രയും നമ്മൾ ടോപ്പിൽ എത്രയാണോ കൊടുത്തത് 50, ലെഫ്റ്റ് 50 അത്രയും മാറിയിട്ടായിരിക്കും ഉണ്ടാവുക. ഇനി ഞാൻ ഈ ഒരു പാരന്റിന് ഞാൻ എന്തില്ല, റിലേറ്റീവ് ആയിട്ടില്ല കൊടുത്തത്, സ്റ്റാറ്റിക് ആണെന്ന് വിചാരിക്കും. അതായത് ഡീഫോൾട്ട് സ്റ്റാറ്റിക് ആണെങ്കിൽ നമ്മൾ ആ കൊടുക്കുന്ന എഫക്റ്റ് എവിടെയായിരിക്കും പ്ലേസ് ചെയ്യുന്നത്? നമ്മളുടെ മെയിൻ ഇപ്പോ അതായത് നമ്മളെ മെയിൻ ഏതായിരിക്കും, എവിടെയാണ് പാരന്റ് എന്നുള്ളത്. റിലേറ്റീവ് ആയിട്ടുള്ള പാരന്റ് എവിടെയാണ്? പൊസിഷൻ ചെയ്തിട്ടുള്ള പാരന്റ്. അപ്പൊ ഇവിടെ പൊസിഷൻ ചെയ്തിട്ടുള്ള പാരന്റ് ഇല്ല. പൊസിഷൻ സ്റ്റാറ്റിക് ഡീഫോൾട്ട് ആണ്, കസ്റ്റമൈസ് ചെയ്തിട്ടില്ല. പൊസിഷൻ ചെയ്തിട്ടുള്ള പാരന്റ് ഇല്ലാത്തതുകൊണ്ട് ഈ ബോഡി ആയിട്ട് റിലേറ്റഡ് ആയിരിക്കും ഈ ഒരു ടോപ്പും ലെഫ്റ്റും വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എക്സാമ്പിൾ കറക്റ്റ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാരന്റിന് നേരത്തെ പോലെ റിലേറ്റീവ് കൊടുക്കാം, എന്നിട്ട് ലെഫ്റ്റ് കൊടുക്കാം. ലെഫ്റ്റ് ഒരു 100 പിക്സൽ, ടോപ്പ് 300 പിക്സൽ. ഇത്രയും കൊടുത്തപ്പോൾ എന്തായിട്ടുണ്ട്? നമ്മൾ ആ ഒരു ഫസ്റ്റ് കണ്ടെയ്നറിന് ടോപ്പ് എത്രയാണ്? 300 പിക്സലും ലെഫ്റ്റ് 100 പിക്സൽ ഇത്രയും മൂവ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അബ്സല്യൂട്ട് കൊടുത്ത എലമെന്റ് എവിടെയാണ് നോക്കുന്നത്? അതിന്റെ അബ്സല്യൂട്ട് ടോപ്പും ലെഫ്റ്റും എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത പാരന്റ്, റിലേറ്റീവ് ആയിട്ട് കൊടുത്തിട്ടുള്ള പാരന്റിന് അഗെയിൻസ്റ്റ് ആണ് ആ ഒരു ടോപ്പും ലെഫ്റ്റും, അല്ലെ റൈറ്റോ ബോട്ടം, അങ്ങനെ 4 ഓപ്ഷൻ ഉണ്ട്. ടോപ്പ് നിങ്ങൾ കൊടുക്കാം, ലെഫ്റ്റ് കൊടുക്കാം, റൈറ്റ്, അതേപോലെ തന്നെ ബോട്ടം, ഇങ്ങനെയൊക്കെ കൊടുക്കാം.
അപ്പൊ നിങ്ങൾ കൊടുത്ത ആ സൈസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ്. ഇനി നമ്മൾ നേരത്തെ പോലെ ഒന്നുകൂടെ ആ റിലേറ്റീവ് മാറ്റിയിട്ട് നമ്മൾ ബൈ ഡിഫോൾട്ട് ആ പാരന്റിന് സ്റ്റാറ്റിക് കൊടുക്കുകയാണ്. എന്നിട്ട് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, ആ ഒരു എലമെന്റിന്റെ ടോപ്പും ലെഫ്റ്റും പോയിട്ടുണ്ട് മാത്രമല്ല, ഈ ഒരു അബ്സല്യൂട്ട് എലമെന്റ് നോക്കുന്നത്, അതിന്റെ ടോപ്പും ലെഫ്റ്റും ഒക്കെ നോക്കുന്നത് ബോഡിക്ക് അഗെയിൻസ്റ്റ് ആണ്. നമ്മൾ സ്റ്റൈൽ ചെയ്യാത്തത് കൊണ്ട് ബോഡിക്ക് അഗെയിൻസ്റ്റ് ആയിരിക്കും അതിന്റെ സ്റ്റൈല് വരിക. അതായത് ഈ പാരന്റുമായിട്ട് ഇതിനൊരു ബന്ധം ഉണ്ടാവില്ല. പിന്നെ നമ്മൾക്ക് ഇതിനുള്ള യൂസ് കേസ് ഒക്കെ, അബ്സല്യൂട്ടിനൊക്കെയുള്ള യൂസ് കേസ് വരുന്നത്, ഫോർ എക്സാമ്പിൾ നമുക്കൊരു പോപ്പപ്പ് മോഡൽ ഉണ്ട്, അതിന്റെ ടോപ്പ് റൈറ്റിൽ ഇവിടെ ഒരു ക്ലോസ് മാർക്ക് വേണം. അപ്പൊ ക്ലോസ് മാർക്ക് എന്ന് പറയുന്നത്, ഇത് പോപ്പപ്പ് മോഡൽ ഇങ്ങനെ ഒരു ബോക്സ് ആയിരിക്കും അല്ലെ, ആ ഒരു ബോക്സിന്റെ ഉള്ളിലായിരിക്കും നമ്മൾ ആ എലമെന്റ് ഉണ്ടാവും, പക്ഷെ അതിന്റെ പകുതി പുറത്തേക്ക് ഇങ്ങനെ വരണം. അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതേപോലെ അബ്സല്യൂട്ട് ചെയ്തിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു എക്സ് എന്ന് പറഞ്ഞ ആ ഒരു ഇതുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ടോപ്പിൽ എനിക്ക് അതേപോലെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ടോപ്പ് 0 എന്ന് പറയുമ്പോൾ അവിടെ ടച്ച് ചെയ്ത് നിൽക്കും. 0 കൊടുക്കുമ്പോൾ പിക്സൽ വേണമെന്നില്ല, അതിന്റെ കൂടെ വേണമെന്നില്ല, ജസ്റ്റ് 0 എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ടോപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ടച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതായത് ഇപ്പൊ എഗെയിൻസ്റ്റ് ബോഡിക്കാണ് നമ്മൾ കണ്ടല്ലേ. അതായത് ഇപ്പൊ ഞാനിവിടെ ആ ഒരു 0 കൊടുത്തോ, ടോപ്പ് പോയത് 0 കൊടുത്തോ ബോഡിക്ക് ടച്ച് ചെയ്ത് നിൽക്കണ്ട, അല്ലെങ്കിൽ എലമെന്റിനായിരിക്കും ടച്ച് ചെയ്ത് നിൽക്കുക. പിന്നെ ഞാൻ റിലേറ്റീവ് ആക്കിയാലോ, പാരന്റിനെ റിലേറ്റീവ് ആക്കി കഴിഞ്ഞാൽ അതിനെ ടച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ടോപ്പ് ഞാൻ 0 കൊടുത്തു. അതേപോലെ തന്നെ ലെഫ്റ്റിന്റെ പകരം റൈറ്റ് 0 കൊടുക്കാം. റൈറ്റ് 0 കൊടുത്തു. അപ്പോൾ ടോപ്പ് റൈറ്റിൽ വന്നു. അപ്പൊ എനിക്ക് ക്ലോസ് മാർക്ക് വേണ്ടത് എവിടെയാണ്, ഇവിടെ പുറത്തേക്ക് വേണം. പിന്നെ അതേപോലെ തന്നെ അബ്സല്യൂട്ടിന് ഇതിന് ബോർഡർ റേഡിയസ് കൊടുക്കാം. ഞാൻ ചെറിയൊരു ബോർഡർ റേഡിയസ് കൂടെ കൊടുത്തു. ഇനി ആ ഒരു ക്ലോസ് മാർക്കിന് പുറത്തേക്കാണ് വേണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കൊടുത്ത ടോപ്പിനും റൈറ്റിനും മൈനസ് കൊടുക്കാം. ഞാൻ ഇൻസ്പെക്ട് ചെയ്തിട്ട് നമുക്ക് ബ്രൗസറിൽ കൊടുത്തു നോക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഇൻസ്പെക്ട് കൊടുത്തിട്ട് നമുക്ക് അതിന്റെ ടോപ്പ് ഉണ്ട്, അവിടെ എന്ത് ചെയ്യാം, മൗസ് കഴ്സർ പ്ലേസ് ചെയ്തിട്ട് താഴത്തെ കീബോർ ഉപയോഗിക്കാം. അപ്പൊ എന്ത് ചെയ്യും, പുറത്തേക്ക് ഇറങ്ങി വരുന്നതാണ്. ഒരു ഏകദേശം പകുതി പുറത്തേക്ക് ഇറങ്ങി ഇപ്പൊ. അപ്പോൾ എനിക്കുള്ളത് -18 പിക്സലാണ്. അതേപോലെ തന്നെ റൈറ്റും ഇതേപോലെ തന്നെ നോക്കാം, പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഓൾമോസ്റ്റ് 15 പിക്സൽ കൊടുത്തപ്പോൾ അവിടെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുറത്തേക്ക് ആ ഒരു എലമെന്റിന്റെ പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യും, ഇറക്കി നിർത്തണം എന്നുണ്ടെങ്കിൽ ആ പാരന്റ് എലമെന്റ്, ഏത് എലമെന്റിന്റെ പുറത്തേക്കാണ് ഉണ്ടെന്ന് വെച്ചാൽ പാരന്റ് എലമെന്റ് റിലേറ്റീവ് കൊടുക്കണം. പിന്നെ ഈ എലമെന്റിന് പൊസിഷൻ കൊടുക്കുക. പിന്നെ ടോപ്പ് റൈറ്റ് മൈനസ് കൊടുക്കുക. ഇനി ലെഫ്റ്റിലാണ് ഇറക്കി നിൽക്കുന്നുണ്ടെങ്കിലോ ടോപ്പും ലെഫ്റ്റും ആയിരിക്കും കൊടുക്കേണ്ടത്. ഇനി ബോട്ടം ലെഫ്റ്റ് ആണെങ്കിലോ ബോട്ടം ലെഫ്റ്റും ആയിരിക്കും. ബോട്ടം റൈറ്റ് ആണെന്നെങ്കിൽ ബോട്ടം റൈറ്റും ആയിരിക്കും കൊടുക്കേണ്ടത്. അപ്പൊ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ പ്രോപ്പർലി നിങ്ങൾ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ താഴോട്ടേക്കും, അതേപോലെ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഔട്ട് സൈഡിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പൊസിഷൻ അബ്സല്യൂട്ടും, അതേപോലെ തന്നെ ടോപ്പ് റൈറ്റ് ബോട്ടം അതേപോലെ തന്നെ ലെഫ്റ്റ്, ഈ ഒരു CSS പ്രോപ്പർട്ടീസ് ഉപയോഗിക്കാൻ പറ്റും. ഇനി അടുത്ത മറ്റൊരു പൊസിഷൻ വാല്യൂ എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. ഫിക്സ്ഡ് എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ വ്യൂ പോർട്ട്, അതായത് ബ്രൗസർ വിൻഡോനനുസരിച്ചായിരിക്കും ആ ഒരു എലമെന്റ് പ്ലേസ് ചെയ്യുക. ഉദാഹരണത്തിന് നമ്മൾ സ്ക്രോൾ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ടോപ്പ് ചില പേജുകൾക്ക് നമുക്കൊരു ഹെഡർ നാവിഗേഷൻ ഉണ്ടെന്ന് വിചാരിക്കും, കുറെ കണ്ടന്റും ഉണ്ട്. അപ്പൊ നമ്മൾ നാവിഗേഷൻ ചെയ്ത് താഴോട്ടേക്ക് പോകുമ്പോൾ ആ ഒരു ഹെഡർ എന്ത് ചെയ്യും, മുകളിലോട്ടേക്ക് പോയിട്ട് ഹിഡൻ ആവും അല്ലെ. അപ്പൊ ഹിഡൻ ആവാതെ എപ്പോ യൂസേഴ്സിന് മുകളിലുള്ള നാവ് ബാർ എപ്പോഴും കാണണം. കണ്ടന്റ് താഴെയുള്ള കണ്ടന്റ് സ്ക്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ആ നാവ് ബാർ നമുക്ക് പൊസിഷൻ എന്ത് ചെയ്യാൻ പറ്റും, ഫിക്സ്ഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും. അതായത് ഇവിടെ ഇപ്പൊ ഈ ഒരു ബോഡിക്ക് സ്ക്രോൾ ഉണ്ട്, താഴോട്ടേക്ക് ഞാൻ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് എന്തില്ല, ആ ഒരു ഫിക്സ്ഡ് പൊസിഷൻ ബോക്സ് മൂവ് ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന് പൊസിഷൻ എന്ത് കൊടുത്തിട്ടുണ്ട്, ഫിക്സ്ഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് റിമൂവ് ചെയ്യാണ്, പൊസിഷൻ ഫിക്സ്ഡ് റിമൂവ് ചെയ്തു. അപ്പൊ ആ ഒരു എലമെന്റ് ലെഫ്റ്റ് സൈഡിലാണുള്ളത്. നോക്കണം, ഇപ്പോ ഞാൻ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അത് ഹൈഡ് ആവുന്നുണ്ട്, അതായത് അത് മുകളിലേക്ക് പോയി, അത് അവിടെ ഫിക്സ്ഡ് ആയിട്ട് നിൽക്കുന്നില്ല, വ്യൂ പോർട്ടിൽ ഫിക്സ്ഡ് ആയിട്ട് നിൽക്കുന്നില്ല. പക്ഷെ പൊസിഷൻ ഫിക്സ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴും വ്യൂ പോർട്ടിൽ ആ ഒരു എലമെന്റ് വ്യൂ പോർട്ടിന് അഗെയിൻസ്റ്റ് നമ്മൾ കൊടുത്ത സ്റ്റൈൽ എത്രയാണോ, അതായത് മുകളിലോട്ടേക്ക് നമ്മൾ ടോപ്പ് 20ഉം റൈറ്റ് 20ഉം കൊടുത്തു. അപ്പൊ വ്യൂ പോർട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്തെത്തുമ്പോഴുള്ള ആ വ്യൂ പോർട്ടിൽ ടോപ്പ് 20 ഉണ്ടാവും, റൈറ്റ് 20 ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പൊസിഷൻ ഫിക്സ്ഡ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി, CSS പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നത്. ഇനി അടുത്തൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പൊസിഷൻ സ്റ്റിക്കി ആണ്. അപ്പൊ പൊസിഷൻ സ്റ്റിക്കി കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിലേറ്റീവ് പോലെ തന്നെയാണ്, പക്ഷെ എന്തുണ്ട്, റിലേറ്റീവ് പോലെ തന്നെയാണ്, ഇതേപോലെ സ്ക്രോളിംഗ് വരുന്ന സമയത്ത് അത് സ്റ്റിക്കി ആയിട്ട് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് പൊസിഷൻ സ്റ്റിക്കി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ ഡിഫറൻസ് എന്ന് പറയുന്നത് റിലേറ്റീവ് പോലെ തന്നെയുള്ള ബിഹേവിയർ ആണ് ഒന്ന് സ്റ്റിക്കിക്കുള്ളത്.
സ്പെസിഫൈഡ് പോയിന്റ് എത്തുമ്പോൾ ആണ് അത് ഫിക്സ്ഡ് ആവുന്നത്, അല്ലെങ്കിൽ എന്തായിരിക്കും, അത് റിലേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഹെഡർ സ്റ്റിക്ക് ചെയ്ത് നിൽക്കാൻ, നാവിഗേഷൻ ബാർ ഒക്കെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കാൻ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഫിക്സ്ഡ് എന്ന് പറയുന്നത് വ്യൂ പോർട്ടിന്റെ സൈസിനനുസരിച്ച് ഫിക്സ്ഡ് ആയിരിക്കും. മറ്റേത് സ്റ്റിക്കി എന്ന് പറയുന്നത് അതിന്റെ ഒരു സ്പെസിഫിക് സ്ക്രോൾ എത്തുമ്പോഴാണ് അത് സ്റ്റിക്ക് ആവുള്ളൂ. പിന്നെ അബ്സല്യൂട്ട് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു നിയറസ്റ്റ് പൊസിഷന്റെ ആൻസസ്റ്റേഴ്സിന് റിലേറ്റീവ് ആയിട്ടുള്ള പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വെറും റിലേറ്റീവ് എന്ന് പറയുന്നത് നോർമൽ പൊസിഷന് റിലേറ്റീവ് ആയിട്ട്. സ്റ്റാറ്റിക് എന്ന് പറയുന്നത് നിങ്ങൾ കൊടുത്ത ആ ഓർഡറിൽ റിലേറ്റീവ് ആയിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് പൊസിഷന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാല്യൂസ് എന്ന് പറയുന്നത്.